ഹായ് ഗൈസ്. ഹായ് ഗായ്സ്. സുഖാണോ ഗൈസ്? ഒന്നാമത്തെ ഞായറാഴ്ച ഞാൻ ഉച്ചയ്ക്കാണ് എഴുന്നേറ്റത്. സോ ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞായറാഴ്ച ഉച്ചയ്ക്ക് എഴുന്നേപ്പോഴേക്കും ചേട്ടൻ ഈ കുരിപ്പിനും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിക്കുട്ടൻ വെച്ചാൽ ഞങ്ങളുടെ ചേട്ടന്റെ കൂട്ടുകാരന്റെ പരിചയപ്പെടുന്നത് വരെ അവൻ എന്നോട് കുറച്ച് റെസ്പെക്ടിങ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവന്റെ ആരോഗ്യമായി. സോ അവനെയും കൊണ്ട് നടക്കൽ തന്നെ ഒരു വലിയ ചടങ്ങായിട്ടാണ് ഞാൻ കണ്ടത്. ജസ്റ്റ് ഒന്ന് അവനെയും കൊണ്ട് പുറത്തു പോയി. നമ്മൾ പാലക്കലൊക്കെ പോയിട്ട് കുറച്ചു നേരം നടന്നു. ക്യൂട്ടല്ലേ? അങ്ങനെ ഞാൻ കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഒരു പരിപാടിക്ക് പോവാണ്. ഇവളാ പരിപാടിക്കല്ലേ, ഇവളെ വേറെ ഏതൊരു പരിപാടിക്കാണ്. അങ്ങനെ എഫട്ടെ ക്യാമറ വെച്ചു. ആഫട്ടെ വന്ന് മോന്ത കാണിച്ചില്ലെങ്കിൽ ഇവൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. എന്ത് കഷ്ടം നോക്കി കണ്ട 2-3 വട്ടം ഞാൻ കണ്ട ക്യാമറ ഓണാക്കി അപ്പം ഞങ്ങളുടെ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇവളുടെ കൂടെയാണ് പോവുക. അതേപോലെ ഞങ്ങളുടെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഞങ്ങളുടെ അവിടെ തുമ്പിക്കും കേക്കൊക്കെ മുറിച്ചു. നേരത്തെ പറഞ്ഞ സാധനം ഇതാണ്. അവിടെ വെച്ചിട്ട് എന്റെ വീട്ടിലത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടില്ലേ, ഞങ്ങളുടെ ആയിട്ട് മുന്നൊക്കെ തന്നെ ഇവരെത്തി. ഞാൻ ആദ്യം വിചാരിച്ചവൻ ക്യാമറ നോക്കാൻ എടുത്തതാണ്, പക്ഷെ വീഡിയോ എടുത്തതല്ലേ. ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ പരിപാടി കാണാൻ പോയിരുന്നു. പരിപാടി കാണുമ്പോഴാണ് ഞാൻ നോക്കണം എല്ലാവരും കിടന്ന് തിളങ്ങണു. കണ്ടില്ലേ ഒരു ക്യൂട്ട് ഗേൾ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടന്നത് ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു. ലച്ചേച്ചൊക്കെ കിടന്ന് തിളങ്ങണൊക്കെ. എന്റെ അമ്മേ, ജിക്കുട്ടൻ കുറെ സഹകരണമായിരുന്നു. പറയാൻ മറന്നുപോയി, ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പോയിട്ടോ. അതല്ല, കയ്യിലിരിക്കുന്ന കുട്ടി കേട്ടോ. അതും കൂടാതെ ഇവരൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ ജിക്കുട്ടന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മിഠായിയൊക്കെ കിട്ടിയിടാ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു.